നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് എനിക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറേ പേര് എന്നെ ഹീലിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നു. കാര്യം എന്നതാണ്, ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയി. പ്രത്യേകിച്ച് ഈ ഒരു കാര്യമായിട്ട് വിളിക്കുന്നത് ഒന്നുകിൽ ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മുന്നോട്ട് പോയതിനു ശേഷം ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒന്നുകിൽ അവർ എന്നേക്കും, അതായത് ഡിവോഴ്സ് കഴിഞ്ഞ ആളുകള്, അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരുമിച്ച് പോകാൻ പറ്റില്ല, ബ്രേക്കപ്പായി പോയിട്ട് 2 വർഷമോ 3 വർഷമൊക്കെ ഇപ്പോഴും ഒരു കോൺടാക്റ്റും ഇല്ലാണ്ട് നിൽക്കുന്ന ലവേഴ്സ് എന്ന് അവരെ പറയാൻ പറ്റില്ല, ആ കോൺട്രാക്ട് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ആ ആളില്ലാണ്ട് എനിക്ക് ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയതാണ്, പക്ഷെ എനിക്ക് ഒട്ടും അദ്ദേഹം ഇല്ലാണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൾ ഇല്ലാണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾക്കാണെങ്കിലും കരിയർ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിലും എന്ന് വേണ്ട തുടങ്ങി ഏത് കാര്യങ്ങൾക്കും ഹീലിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടത് കൈകാര്യം ചെയ്യാൻ ഈശ്വരാധീനം കൊണ്ട് എനിക്കത് പറ്റിയിട്ടുണ്ട്. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് എപ്പോഴും റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സിലുള്ള ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല. ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ദിവസവും ഓരോരോ പുതിയ മാറ്റങ്ങളുണ്ട്. പലരും പറയും ഒരു മാറ്റവും ഇല്ല മാം, എൻ്റെ ജീവിതത്തിൽ എന്നും ഒരുപോലെയാ, രാവിലെ എഴുന്നേക്കുന്നു, അടുക്കളയിൽ കയറുന്നു, ജോലി ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. ഇത് നിങ്ങൾ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നോണ്ടാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ ഈച്ച് ആൻഡ് എവറി ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങള്, നമ്മുടെ രൂപം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങള്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങള്, നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യർ എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈവൺ ഒരു വ്യക്തിയിലുള്ള ക്യാരക്ടറിൽ പോലും ഇന്ന് കാണുന്ന പോലെയല്ല നാളെ ഉണ്ടാകുന്നത്. ഒന്നും ഇവിടെ സ്ഥായിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 12 നിയമങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അല്ലാതെ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലോ ഓഫ് വൺനെസ് ഉണ്ട്, ഒരുപാട് 12 നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അതിലൊരു നിയമമാണ് ലോ ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞത്, അതായത് മാറ്റത്തിന്റെ നിയമം. ഇവിടെയുള്ളതൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈക്കിൾ പോലെ എനർജി ഇങ്ങനെ അതിന്റെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു സോൾ ഒരു ബർത്ത് എടുത്ത് അതിന്റെ കുട്ടിക്കാലം കഴിഞ്ഞ് അതിന്റെ ടീനേജ് ഏജിലെത്തി, അതിന്റെ ഒരു വിവാഹ പ്രായമെത്തി, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയെങ്കിലും വെച്ചത് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അത്രയേ ഉള്ളൂ. എനിക്കത് ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. കാരണം അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാല് ഈ വ്യക്തി മറ്റേ വ്യക്തിയിൽ അത്രയധികം അഡിക്റ്റഡ് ആണ്. ഈ അഡിക്ഷൻ വേണ്ട എന്ന് യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് മറ്റേ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ. അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, വേദന, ട്രിഗേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ആ വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ആളുടെ മെമ്മറീസുമായിട്ട് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ പെൺകുട്ടികൾ എന്നെ വിളിക്കാണ്ട്, അവൻ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസവും കരയുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണോ നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഒരു ബർത്ത്? ചുറ്റിലും കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല ജീവജാലങ്ങളെ കാണാൻ പറ്റും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ബർത്ത്. സോ ഈ ഒരു ജന്മം ഈശ്വരൻ നമുക്ക് തന്നത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കുക. അത് ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു ഇമോഷന്റെ പുറത്ത്, അല്ലെങ്കിൽ അയാളോടുള്ളൊരു
സ്നേഹത്തിന്റെ പുറത്ത്. അപ്പൊ ചില ആൾ എൻ്റെ അടുത്ത് പറയും അതൊരു നോർമൽ സ്നേഹമല്ല മാം, അതൊരു ഡിവൈൻ ലവ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്നേഹം അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഈ ഡിവൈൻ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും വൺ വേ അല്ല. അത് മനസ്സിലാക്കുക. എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ഒരാള് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക, ഒരാള് മാത്രം എല്ലാം കോംപ്രമൈസ് ചെയ്യുക, ഒരാള് മാത്രം എല്ലാ വേദനയും സഹിക്കുക. ഈവൻ അതേ വ്യക്തി തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, മണി സ്പെൻഡ് ചെയ്യുന്നു. അയാളുടെ എല്ലാം, അയാളുടെ സ്വപ്നങ്ങള്, അയാളുടെ ആഗ്രഹങ്ങള്, അയാളുടെ എല്ലാം പ്രതീക്ഷകളും എല്ലാം മറ്റേ ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെക്കുക. അതൊരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, അത് ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാരന്റ്സ് ആവാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അതാണ് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് അതാണ്. ഇപ്പം പ്രത്യേകിച്ച് ബ്ലഡ് റിലേഷൻഷിപ്പാണ്, നമുക്ക് ഒരിക്കലും കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതല്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് ആ വ്യക്തി, അത് നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, അവര് നമുക്ക് നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ, തിരിച്ചങ്ങോട്ടും, ഒരാൾക്ക് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ലവ് എനർജിയാണ്. ആ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടെ വിളിച്ചിട്ട് ഐ മിസ് യു അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ബിക്കോസ് ആ ലവ് എന്ന് പറയുന്നത് പ്യുവർ ആണെങ്കിൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഡിവൈൻ ലവ് ആണെങ്കിൽ, നമുക്ക് അയാൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും, ഈവൻ അയാൾ ഡെയിലി വിളിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആ എനർജി നമ്മൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറിച്ച് പോയ ഒരു റിലേഷൻഷിപ്പിന്റെ പേരില് അല്ലെങ്കിൽ വിട്ടുപോയ ഒരാളുടെ പേരില് സ്പോയിൽ ചെയ്യേണ്ടതല്ല നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കുക. എന്നെ ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ ആദ്യം ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, ഇനി ഒരു ഹീലിങ്ങിലൂടെ തിരിച്ചു കിട്ടേണ്ടതാണോ? നമ്മൾ ഹീലിംഗ് എന്നല്ല, ഇപ്പം കൗൺസിലിംഗ് അല്ല, നിങ്ങൾ എന്ത് പൂജയോ മന്ത്രമോ നിങ്ങൾ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാലും ആ പോയാൽ ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അതൊരു ടെമ്പററി ആയിരിക്കും. നിങ്ങൾ ചെയ്തതിന്റെ അഫക്റ്റിന്റെ പേര് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഹീലിംഗ് എടുക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാറുണ്ട്. കഴിഞ്ഞു പോയ ഒരു കാർമിക് കോൺട്രാക്ട് ആണ് അതെങ്കിൽ മനസ്സിലാക്കുക, അത് കർമ്മ തന്നെയാണ്. കാരണം കാർമിക് കണക്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ആ കോൺട്രാക്റ്റിന്റെ പേരിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതും ഇത്രയും സങ്കടപ്പെടുന്നതും ഒക്കെ. അപ്പൊ മനസ്സിലാക്കുക, അതൊരു കാർമിക് കോൺട്രാക്ട് ആണ്. നിങ്ങളുടെ സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട്, സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട്, ചിലപ്പോ മേ ബി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാവാം അയാൾ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ആ നിങ്ങൾ ചെയ്ത ആ തെറ്റിനെ റിയലൈസ് ചെയ്ത് തരുന്നതിന്, നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സോൾ കോൺട്രാക്ട് അവിടെ ക്ലിയർ ആയി, അത് അവിടെ പൂർത്തിയായിട്ട് അവർ പോകുന്നത്. അപ്പൊ ഏതോ ഒരു ലെസൺ പഠിപ്പിക്കാനാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ സോൾസ് എന്ന് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞു പോയ കാര്യത്തിന്റെ പിന്നാലെ പോവാണ്ട് ഇപ്പോ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റ് മൊമെന്റിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒന്നിന്റെ പേരിലും ഒരു വ്യക്തിയിൽ ഒരിക്കലും നിങ്ങൾ അഡിക്റ്റഡ് ആവാതിരിക്കുക, സ്റ്റക്ക് സിറ്റുവേഷനിലായി പോവാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.